ഫാസിസം എന്നത് ചരിത്ര വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇറ്റലിയിലും ജർമ്മനിയിലും പരാജയപ്പെടുത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാത്രമല്ല, അത് നിരന്തരമായ പ്രതിരോധത്തെ അർഹിക്കുന്ന ഒരു വിപത്താണ്. ഫാസിസത്തിന് പല നിർവചനങ്ങളുണ്ട്. മുസോളിനിയുടെ നിർവചനത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ഭരണകൂടവും കോർപ്പറേറ്റുകളും തമ്മിലുള്ള ബാന്ധവമാണ് ഫാസിസം എന്നാണ്. സമകാലിക ഇന്ത്യയിൽ അതിനെ നമുക്ക് കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ പറ്റും. ബ്രഹത്തിൻ്റെ കവിതയിൽ ചോദിക്കുന്നുണ്ട് ജർമ്മനിയിൽ നിന്ന് വരുന്ന ഒരാളോട്, ഇപ്പോൾ ജർമ്മനി ഭരിക്കുന്നത് ആരാണ്? അതിന് പറയുന്ന മറുപടി ഭയം എന്നാണ്. 2 വരികളാണ്. കവിതയിൽ വേറെയും വരികളുണ്ട്. പക്ഷേ ആ 2 വരികൾ ലോകത്തിലെവിടെയും സ്വേച്ഛാധികാര വാഴ്ചയ്ക്കെതിരായ ഒരു മുദ്രാവാക്യമായി രൂപപ്പെട്ടു വരുന്നു. ഇപ്പോഴും നമ്മുടെ ഈ കാലത്തും രൂപപ്പെട്ടു വരുന്നു. ആ ചാതുർവർണ്ണ്യത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോയാണ് മനുസ്മൃതി. ആ മനുസ്മൃതിയാണ് RSSൻ്റെ ആധാരശിലകളിൽ ഒന്ന്. ഒരു സംശയമില്ല, ആധാരശിലകളിൽ ഒന്ന് മനുസ്മൃതിയാണ്. ആ മനുസ്മൃതിയെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു ഭരണഘടന തയ്യാറാക്കാനാണ് RSS അവർക്ക് സ്വീകാര്യരായ ഒരു കൂട്ടം സന്യാസിമാരുടെ ഒരു സംഘത്തെ ഏൽപ്പിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ കാലത്ത് അത് ഇറ്റലിയിലായാലും ജർമ്മനിയിലായാലും എഴുത്തുകാരും ബുദ്ധിജീവികളും കലാകാരന്മാരൊക്കെ തന്നെ വിപുലമായ തോതിൽ വേട്ടയാടപ്പെടുകയും അതേസമയം ആ കാലഘട്ടങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഒരുപക്ഷെ നമ്മുടെ ലോക സാഹിത്യത്തിൽ തന്നെ കലയിൽ തന്നെ വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കിയ രചനകൾ പുറത്തു വരികയും ചെയ്തതാണ്. മുസോളിനിയുടെ കാലത്ത് 20 വർഷം ജയിലിലടച്ച, ജീവിതകാലം മുഴുവൻ ജയിലിലടച്ചു എന്ന് പ്രഖ്യാപിച്ച അന്തോണിയോ ഗ്രാംഷി ജയിലിലിരിക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള താത്വിക രചനകൾ, ഒരുപക്ഷെ ഇന്നത്തെ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നേറ്റങ്ങളെ പോലും സ്വാധീനിക്കുന്ന പുതിയ ചില പരികൽപ്പനകൾ കൊണ്ടുവന്ന അന്തോണിയോ ഗ്രാംഷിയുടെ രചനകൾ പുറത്തു വന്നത്. 1933 ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ അധികാരത്തിൽ വരുന്നു. ആ അധികാരത്തിൽ വന്ന് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് പ്രചാരണ മന്ത്രിയായിരുന്ന ഗീബൽസിൻ്റെ നേതൃത്വത്തിൽ ബെർലിനിൽ വലിയ രീതിയിലുള്ള പുസ്തകങ്ങൾ കത്തിക്കൽ നടക്കുന്നത്. അതിൻ്റെ സ്മാരകം ഇന്നും ഒരുപക്ഷെ ജർമ്മനിയിലുണ്ട്. എഴുത്തുകാർ ഏത് രീതിയിൽ എഴുതണം, കലാകാരന്മാർ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ അവിടെ വ്യാപകമായി അടിച്ചേൽപ്പിക്കപ്പെട്ടു. ഹിറ്റ്ലർ സ്തുതി, ആര്യൻ സ്തുതി, ജർമ്മൻ സ്തുതി, ഇതല്ലാതെ ഒന്നും അനുവദിക്കുകയില്ല എന്നും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന എഴുത്തുകാരൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും പാട്രണൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ജർമ്മനിയിൽ ഉണ്ടാകുകയുണ്ടായി. ജർമ്മനിയിൽ നിന്ന് ഒരുപക്ഷെ 3-4 വർഷത്തിനിടയ്ക്ക് ഒരു 2000-ൽ അധികം ബുദ്ധിജീവികളും എഴുത്തുകാരൊക്കെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിർബന്ധിതമായോ സ്വമേധയോ പുറത്തു പോവുകയും അഭയം തേടുകയും ചെയ്തു. നമുക്കറിയാം, ബർട്ടോൾഡ് ബ്രത്ത് അടക്കമുള്ള ലോകപ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരും കലാകാരന്മാരൊക്കെ തന്നെ ജർമ്മനി വിടേണ്ടി വന്നു. ഇന്നൊരു പക്ഷേ നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, നവഫാസിസത്തിൻ്റെ ആശയങ്ങൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വലതുപക്ഷ ഹിന്ദുത്വ ഭരണകൂടത്തിന് ഏത് രീതിയിലാണ് കലയെയും സാഹിത്യത്തെയും സംസ്കാരത്തെയൊക്കെ തന്നെ നോക്കിക്കാണുന്നു എന്ന് കാണാൻ നമുക്ക് പ്രയാസമില്ല. പണ്ട് പറയാറുണ്ട്, സംസ്കാരമെന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോക്കെടുക്കാനാണ് തോന്നുന്നതെന്ന് പറഞ്ഞത് ഫാസിസ്റ്റുകളാണ്, ഗീബൽസാണ്, അതല്ല ഹിറ്റ്ലറുടെ അനുചരന്മാരാണ്. ഒരുപക്ഷെ പല കാര്യങ്ങളിലും അതിൻ്റെ ഒരു കാർബൺ കോപ്പിയാണെന്നല്ല ഞാൻ പറയുന്നത്. പല കാര്യങ്ങളിലും അത്തരം ഒരു സാഹചര്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൽബുർഗിയുടെയും ഗൗരി ലങ്കേഷിൻ്റെയും പൻസാരയുടെയൊക്കെ തന്നെ വധം വ്യാപകമായിട്ട് എഴുത്തുകാർക്കെതിരായിക്കൊണ്ട് ഹിന്ദുത്വ ശക്തികളും വർഗീയ ശക്തികളും അതോടൊപ്പം തന്നെ അവരുടെ സ്വകാര്യ ആർമികളും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്ന പുസ്തകങ്ങൾ കത്തിക്കുകയില്ല, അതിലുപരിയായിക്കൊണ്ട് അത് ബാൻ ചെയ്യുക, അത് പ്രോസ്ക്രൈബ് ചെയ്യുക, ആ രീതിയിലേക്ക് വരിക. ഡിസെൻഡ് ചെയ്യുന്നത്, വിയോജിക്കുന്നവരെ രാജ്യദ്രോഹികളായിട്ട് മുദ്രകുത്തിക്കൊണ്ട് ആക്രമിക്കുക. അനന്തമൂർത്തിക്കുണ്ടായ അനുഭവങ്ങൾ, തൻ്റെ അഭിപ്രായം പറഞ്ഞതിന് MT വാസുദേവൻ നായർക്ക്, കുരീപ്പുഴയ്ക്ക്, സുനിൽ പി ഇളയിടത്തിന്, എത്ര നിരവധി ആളുകൾക്ക്, നിരവധി എഴുത്തുകാർക്കും കലാകാരന്മാർക്കും എതിരായിട്ടുള്ള, അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ഒരു അനുഭവങ്ങൾ നമ്മൾക്കറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ
നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമ്മുടെ രാജ്യത്തുനിന്നുള്ള ഏത് സ്ഥലങ്ങളിൽ, ഇപ്പോൾ റൈനോസറസ് എന്ന് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളെല്ലാവരും സ്വരാജിൻ്റെ സംസാരം കേൾക്കുന്നതിന് വേണ്ടി ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ നമ്മുടെ യുനെസ്കോയുടെയൊക്കെ തന്നെ റൈനോസറസിൽ പറഞ്ഞതുപോലെ റൈനോസറസ് ഒരുപക്ഷെ ആധുനിക മനുഷ്യൻ്റെ ഒരു അന്യവൽക്കരണത്തെയും ഏകാന്തതയൊക്കെ തന്നെ ചിത്രീകരിക്കുന്ന ഒരു നാടകമായി കൊണ്ട് ഒരു വ്യാഖ്യാനിക്കാറുണ്ട്. അതിലുപരിയായിട്ട് അതിനൊരു പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള വായനയുണ്ട്. ജർമ്മനി, അന്നത്തെ ജർമ്മനിയിലൊക്കെ തന്നെ യൂറോപ്പിലൊക്കെ തന്നെ എങ്ങനെയാണ് ഫാസിസം വ്യാപകമായിട്ട് ഒരു രോഗം പോലെ പടർന്നു പിടിച്ചതെന്നും ഇന്നലെ നോൺ ഫാസിസ്റ്റുകളായിരുന്നവർ ജനാധിപത്യവാദികളായിരുന്ന സുപ്രഭാതത്തിൽ എങ്ങനെയാണ് ഫാസിസ്റ്റുകളായി മാറുന്നതെന്ന് വളരെ അലിഗോറിക്കലായിട്ട് അന്യോപദേശമായ രീതിയിൽ പറയുന്നതെന്നാണ് റൈനോസറസ്. എല്ലാവരും ഒരു ദിവസം ഒരു ബെറങ്കർ എന്ന അതിൽ കേന്ദ്ര കഥാപാത്രം ഒരുപക്ഷെ രാവിലെ എണീറ്റ് നിൽക്കുമ്പോൾ പലരും എന്ത് ചെയ്യുക, റൈനോസറസുകൾ കണ്ടാമൃഗങ്ങളാകുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് അത് റൈനോസറസ് എന്ന രോഗമാണ് ബാധിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ അവസാനം ബെറങ്കർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ബെറങ്കർ അവസാനം പറയുന്നു, ഐ വിൽ നോട്ട് ക്യാപിറ്റുലേറ്റ്, ഞാൻ കീഴടങ്ങുകയില്ല എന്ന്. ബെറങ്കർ മാത്രമാണ് ഏക മനുഷ്യൻ. മറ്റുള്ളവരെയൊക്കെ തന്നെ നമ്മളെയൊക്കെ തന്നെ ജനങ്ങളെയൊക്കെ തന്നെ സംഭ്രമത്തിലാക്കുന്ന രീതിയിൽ അവർ നിറം മാറിയിരിക്കുകയാണ്. ആ ഒരു മാറ്റം, ആ ഒരു രീതിയിലുള്ള ഒരു മാറ്റം ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തും ചെറിയ രീതിയിൽ സംഭവിക്കുന്നു എന്നുള്ള ഒരു ആകാംക്ഷയും ഉൾക്കൊണ്ടേക്ക് നമുക്കുണ്ട്. ഞാൻ ഏതായാലും കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഈ കാര്യത്തെക്കുറിച്ച് ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായിട്ട് ശ്രീ സ്വരാജിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഫാസിസത്തിൻ്റെ കാലത്തെ എഴുത്തുകൾ എന്ന ഒരു തലക്കെട്ടിനെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആമുഖമായി ഹ്രസ്വമായാണെങ്കിലും വ്യക്തമായി ഈ വിഷയത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും കാലിക പ്രസക്തിയും മാഷിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ വിചാരിക്കുന്നത് ഈ വിഷയത്തെ മുൻനിർത്തി പെട്ടെന്ന് മനസ്സിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും കൂടുതൽ ഞാനെന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ സംസാരിക്കുകയും ചെയ്യാമെന്നാണ്. ഫാസിസത്തിൻ്റെ കാലം എന്ന ഒരു പ്രയോഗം എനിക്ക് തോന്നുന്നു ഫാസിസവും നാസിസവും ഒക്കെ പ്രബലമായ ഒരു കാലഘട്ടത്തെ ആയിരിക്കാം ചരിത്രത്തിൽ സൂചിപ്പിക്കുന്നത്. അതിന് ചരിത്രപരമായ അങ്ങനെ ഒരു പ്രസക്തി ഉണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാലം മാത്രമല്ല ഫാസിസത്തിൻ്റെ കാലം. ഏതു കാലത്തും ഫാസിസത്തിൻ്റെതായ ഒരു ഇടം ചിലപ്പോൾ പ്രച്ഛന്നമായോ മറ്റ് ചിലപ്പോൾ പ്രകടമായോ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. ഫാസിസത്തെ മുസോളിനി തന്നെ നിർവചിച്ചത്, ഫാസിസത്തിന് പല നിർവചനങ്ങളുണ്ട്. മുസോളിനിയുടെ നിർവചനത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് ഭരണകൂടവും കോർപ്പറേറ്റുകളും തമ്മിലുള്ള ബാന്ധവമാണ് ഫാസിസം എന്നാണ്. സമകാലിക ഇന്ത്യയിൽ അതിനെ നമുക്ക് കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ പറ്റും. അമിതമായ ദേശീയതയും അല്ലെങ്കിൽ ദേശീയ ദുരഭിമാനമെന്ന് ചിലർ വിശേഷിപ്പിച്ചിട്ടുള്ള ഭാവവും അഥവാ സങ്കുചിത ദേശീയതയും ആക്രമണോത്സുക ദേശീയത, ജനാധിപത്യ വിരുദ്ധത, അസഹിഷ്ണുത, സ്വേച്ഛാധികാര പ്രമത്തത, ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് ഫാസിസം. ഫാസിസത്തിൻ്റെ ഒരു പ്രത്യേകത അത് ഭീകരപ്രവർത്തനമായിരിക്കുമ്പോൾ തന്നെ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും അത് എന്നതാണ്. ഭരണകൂടത്തിനെതിരായ ഭീകരപ്രവർത്തനമല്ല ഫാസിസം, ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭീകരപ്രവർത്തനമാണ്. അതാണ് ചരിത്രം എല്ലായിടത്തും. പക്ഷേ ആ ഫാസിസ്റ്റ് ഭരണകൂടം ചരിത്രത്തിൽ ഏതാണ്ടെല്ലായ്പ്പോഴും ജനങ്ങൾ തിരഞ്ഞെടുത്തതായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മുസോളിനി തൻ്റെ ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിൽ അധികാരത്തിലെത്തുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. തെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ്. ജനാധിപത്യത്തിലെ വേണമെങ്കിൽ മോഹിപ്പിക്കുന്ന ഭൂരിപക്ഷമെന്ന് പറയാവുന്ന അത്ര ജനപിന്തുണയുമായാണ് മുസോളിനി അധികാരത്തിൽ വന്നത്. 1924 ഇറ്റാലിയൻ ജനറൽ ഇലക്ഷനിൽ 65% വോട്ട് നേടിയാണ് മുസോളിനി ജയിക്കുന്നത്. ഹിറ്റ്ലറുടെ ചരിത്രവും വ്യത്യസ്തമല്ല. 30കളിലെ ഹിറ്റ്ലർ ജർമ്മൻ ഫെഡറൽ ഇലക്ഷനിൽ
ഏതാണ്ട് 43% മറ്റോ വോട്ട് നേടിയാണ് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകളാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ ഫാസിസ്റ്റുകൾക്ക് വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു ഇടവുമുണ്ട് എന്ന ചരിത്രത്തിലെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നീടത് ഏറ്റവും വിപൽക്കരമായ രാഷ്ട്രീയ പ്രയോഗമായി മാറിയിട്ടുണ്ട്. ലോകത്തിൻ്റെ തന്നെ സ്വാസ്ഥ്യം കെടുത്തിയിട്ടുമുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ലോകം കീഴടക്കാൻ വെമ്പി നിന്ന ഫാസിസത്തെയും പരാജയപ്പെടുത്തിയ അനുഭവമാണ് ചരിത്രം പകർന്നു നൽകുന്നത്. മർദ്ദനം ചെറുത്തുനിൽപ്പിന് പിറവിയേകുമെന്ന് പറയാറുണ്ട്. അതുപോലെ ഫാസിസം പ്രതിരോധത്തിനും പിറവിയേകിയിട്ടുണ്ട്. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ജീവൻ അവഗണിച്ചുകൊണ്ട് ഫാസിസത്തിനെതിരെ പൊരുതിയിട്ടുണ്ട്. ആ പോരാട്ടത്തിൽ അഭിമാനാർഹമായ ഒരു പങ്ക് വിദ്യാർത്ഥികൾക്കുണ്ട്, തൊഴിലാളികൾക്കുണ്ട്, കലാകാരന്മാർക്കുണ്ട്, ഒക്കെ ഉണ്ട്. ആർട്സ് കോളേജിൽ വെച്ചാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്നത്. ആർട്സ് കോളേജിന് സമരസാന്ദ്രമായ ഒരു ഭൂതകാലമുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ എത്രമാത്രം ആ ഭൂതകാലത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആർട്സ് കോളേജിന് മാത്രമല്ല, ലോകത്തിലെ എല്ലാ കലാലയങ്ങൾക്കും സമരസാന്ദ്രമായ ഒരു ഭൂതകാലമുണ്ട്. വർത്തമാനവും ഉണ്ട്, നിന്നുപോയിട്ടൊന്നുമില്ല, ഇപ്പോഴുമുണ്ട്. ഫാസിസത്തിനെതിരെ, ഈ സ്വേച്ഛാധികാര ഭീകരവാഴ്ചയ്ക്കെതിരെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഏറ്റവും ആവേശോജ്വലമായ ഒരു ഏട് അറിയപ്പെടുന്നത് വൈറ്റ് റോസ് എന്ന പേരിലാണ്. വൈറ്റ് റോസ് മൂവ്മെൻ്റാണ്. ആ വൈറ്റ് റോസ് മൂവ്മെൻ്റ് ആരംഭിച്ചത് ലുഡ്വിഗ് മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്, മ്യൂണിച്ചിലെ ഒരു സർവകലാശാലയിൽ നിന്നാണ്. ആ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ്, അതിൽ തന്നെ സഹോദരങ്ങളായ ഹാൻസ് ഷോളും സോഫി ഷോളുമാണ് നേതൃത്വം കൊടുത്തത്. ഹിറ്റ്ലർക്കെതിരെ, ഈ ഫാസിസ്റ്റ് ഭീകരവാഴ്ചയ്ക്കെതിരെ, നാസിസത്തിനെതിരെ ഒരു കാലത്തെ അഗാധമായി സ്വാധീനിച്ച മഹത്തായ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ആവിർഭാവം സർവകലാശാല ക്യാമ്പസിൽ നിന്നാണ്. കുട്ടികളാണ് തുടങ്ങി വെച്ചത്. അവരെല്ലാം രക്തസാക്ഷികളായി. അവരെ പിന്തുണച്ച അധ്യാപകനും രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നു. ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്, വിദ്യാർത്ഥികളുടെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിലെ ആവേശം കൊള്ളിക്കുന്ന ഭൂതകാല അനുഭവങ്ങൾ ഓർമ്മിപ്പിക്കുക എന്ന നിലയിലല്ല, മറിച്ച് ഫാസിസത്തിനെതിരായ പ്രതിരോധം ശക്തമായി വിവിധ തലങ്ങളിൽ ഉയർന്നു വന്നു എന്ന് മാത്രം പറയാനാണ്. അതിൽ കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ചിന്തകർക്കും തൊഴിലാളികൾക്കും യുവജനങ്ങൾക്കുമെല്ലാം പങ്കുണ്ട്. അതിൽ ഒരുപക്ഷെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സാഹിത്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചായിരിക്കുമെന്ന് തോന്നുന്നു. അക്കാര്യത്തെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയാവുന്നവരായിരിക്കും എൻ്റെ മുന്നിലിരിക്കുന്നവർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ അന്റോണിയോ ഗ്രാംഷിയെക്കുറിച്ച് സൂചിപ്പിച്ചു. ഗ്രാംഷിയുടെ തലച്ചോറ് 20 വർഷം പ്രവർത്തനരഹിതമാക്കണമെന്നാണ് മുസോളിനിയുടെ അറ്റോർണി കോടതിയിൽ ആവശ്യപ്പെട്ടത്. അന്റോണിയോ ഗ്രാംഷി മാത്രമല്ല, ഗ്രാംഷിയെപ്പോലെ ചിന്തകരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ഇറ്റലിയിലും ജർമ്മനിയിലും ആ കാലത്ത് വേട്ടയാടപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു എന്നതാണ് വസ്തുത. ആ കൊലമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പോലും പക്ഷേ പ്രതിരോധത്തിൻ്റെ കാവ്യങ്ങൾ എഴുതിയ ജൂലിയസ് ഫ്യൂച്ചുക്കിനെ പോലെയുള്ളവരെ നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ പറ്റും. അത് കവിതകളായി, കഥകളായി, ചിത്രങ്ങളായി, ചിന്തകളായി ഫാസിസത്തിനെതിരായ മഹാപ്രതിരോധം വളർത്തിയിട്ടുണ്ട്. സത്യത്തിൽ ഏത് സാഹിത്യകൃതിയും ഏത് കലാവിഷ്കാരവും അത് പിറവിയെടുക്കുന്നത് അതിൻ്റെ സൃഷ്ടാക്കളുടെ പേരിലാണ് നമ്മൾ തീർച്ചയായും അത് അറിയപ്പെടുന്നതെങ്കിലും ഏത് സാഹിത്യകൃതിയുടെയും സൃഷ്ടാവ്, ഏത് കലാസൃഷ്ടിയുടെയും സൃഷ്ടാവ് കാലമാണ്. ഇപ്പോൾ ഗോർണിക്ക രചിച്ചത് പിക്കാസോയാണ്, എല്ലാവർക്കും അറിയാം. പിക്കാസോയുടെ ഏറ്റവും വിശ്രുതമായ പെയിൻറ്റിംഗ് ആണ് ഗോർണിക്ക. എന്നാൽ ഗോർണിക്കയുടെ സൃഷ്ടാവ് പിക്കാസോയാണ് എന്നതുപോലെ ആ കാലമാണ്, അഥവാ യുദ്ധമാണ്, യുദ്ധഭീകരതയാണ്,
ഫാസിസവും നാസിസവും കൈകോർത്താണ് ഗോർണിക്ക നഗരം ചുട്ടുകരിക്കുന്നത്. സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. ഫ്രാങ്കോയുടെ അഭ്യർത്ഥന പ്രകാരമാണ്. അപ്പോൾ തൻ്റെ കൺമുന്നിൽ തൻ്റെ രാജ്യം, തൻ്റെ നാട് കത്തിയമരുമ്പോൾ, സാധാരണക്കാരായ മനുഷ്യർ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ ആ അനുഭവങ്ങളാണ് പിക്കാസോയെ കൊണ്ട് ഗോർണിക്ക എന്ന പിൽക്കാലത്ത് വിശ്രുതമായി മാറിയ ചിത്രം രചിക്കാൻ പ്രേരിപ്പിച്ചത്. അതിനെക്കുറിച്ച് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. രഹസ്യ പോലീസ് വന്ന് പിക്കാസോയുടെ വാതിലിൽ മുട്ടുന്നു അത്രേ. അപ്പോൾ അദ്ദേഹം ഗോർണിക്ക പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോലീസുകാരൻ ഇത് നോക്കിയ ശേഷം പിക്കാസോയോട് ചോദിച്ചു, നിങ്ങളാണോ ഇത് ചെയ്തത്? അപ്പോൾ ഗോർണിക്ക പറഞ്ഞു, അല്ല, നിങ്ങളാണ് ഇത് ചെയ്തത് എന്ന്. ആ യുദ്ധഭീകരതയുടെ ഒരു സർഗാത്മകമായ, യുദ്ധഭീകരതയ്ക്കെതിരായ സർഗാത്മകമായ പ്രതിരോധമാണ് ആ പെയിൻറ്റിങ്. നിങ്ങൾ നോക്കൂ, കാലത്തെ അതിജീവിക്കുന്ന കലാസൃഷ്ടിയായി ഇന്നും യുദ്ധഭീകരതയ്ക്കെതിരെ, മനുഷ്യക്കുരുതികൾക്കെതിരെ, ഗോർണിക്കയിൽ കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. അപ്പോൾ കൂട്ടക്കൊലയ്ക്കെതിരെ, യുദ്ധഭീകരതയ്ക്കെതിരെ, ഫാസിസത്തിനെതിരെ ഇന്നും 1000 നാവോടെ ശബ്ദിക്കുന്ന ഒരു സൃഷ്ടിയായി ഗോർണിക്ക നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ലോകത്തിൻ്റെ ഏതേത് കോണുകളിൽ അധികാരം ഫാസിസമായും അല്ലാതെയും ഹിംസകൾ നടത്തുമ്പോഴൊക്കെയും ആളുകൾ ഗോർണിക്കയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവിടങ്ങളിലെല്ലാം സംഘടിപ്പിക്കപ്പെടുന്ന ചിത്ര പ്രദർശനങ്ങളിൽ ഗോർണിക്ക അതിൻ്റെ പതിപ്പുകൾ സ്ഥാനം പിടിക്കുന്നു. ഫാസിസത്തിൻ്റെ കാലത്തെ ഏറ്റവും കരുത്തുറ്റ ഒരു പ്രതിരോധമായി അത് രൂപപ്പെട്ടു വരികയാണ്, അത് വളർന്നു വരികയാണ്. ഇങ്ങനെ നമുക്ക് എന്തെല്ലാം ബ്രഹത്തിൻ്റെ കവിതയിൽ ചോദിക്കുന്നുണ്ട് ജർമ്മനിയിൽ നിന്ന് വരുന്ന ഒരാളോട്, ഇപ്പോൾ ജർമ്മനി ഭരിക്കുന്നത് ആരാണ്? അതിന് പറയുന്ന മറുപടി ഭയം എന്നാണ്. 2 വരികളാണ്, കവിതയിൽ പറയും വരികളുണ്ട്. പക്ഷേ ആ 2 വരികൾ ലോകത്തിലെവിടെയും സ്വേച്ഛാധികാര വാഴ്ചയ്ക്കെതിരായ ഒരു മുദ്രാവാക്യമായി രൂപപ്പെട്ടു വരുന്നു. ഇപ്പോഴും നമ്മുടെ ഈ കാലത്തും രൂപപ്പെട്ടു വരുന്നുണ്ട്. കൊളാഷ് എന്ന കലാരൂപം തന്നെ പിറവിയെടുക്കുന്നത് അത്തരമൊരു ഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. കലാകാരന്മാർ അവരുടെ കലാവിഷ്കാരങ്ങളിൽ മുഴുകാതിരിക്കാൻ, ചിത്രകാരന്മാരെ അവരുടെ കലാസബരിയിൽ നിന്ന് വിലക്കാൻ അവർക്ക് ചായങ്ങളും ക്യാൻവാസുകളും ഒക്കെ ലഭ്യമാകാതെ അതിനെല്ലാം ക്ഷാമം കൃത്രിമമായി സൃഷ്ടിച്ച് അവരെ നിശബ്ദരാക്കാൻ ശ്രമിച്ചൊരു ഘട്ടത്തോടുള്ള സർഗാത്മക പ്രതിഷേധമാണത്രേ ചാക്ക് കഷ്ണങ്ങളും പഴയ കടലാസും അങ്ങനെയുള്ള സംഗതികളൊക്കെ മുറിച്ചെടുത്ത് ഒട്ടിച്ച് ചേർത്ത് ഒരു പുതിയ കലാരൂപം ആവിഷ്കരിക്കപ്പെട്ടത്, വികസിച്ചത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഫാസിസം പ്രതിരോധത്തിനും പിറവി കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ കാലം, ജർമ്മനിയിൽ ഫാസിസം തോറ്റു, ഇറ്റലിയിൽ ഫാസിസം പരാജയപ്പെട്ടു, മുസോളിനിയെ ജനക്കൂട്ടം കൊലപ്പെടുത്തി, അടിച്ചുകൊന്നു. അതിനെക്കുറിച്ച് ഒരിടത്ത് വായിച്ചത്, ഒരമ്മ മുസോളിനിയുടെ മൃതദേഹത്തിലേക്ക് 5 തവണ നിറയൊഴിച്ചു എന്നാണ്. എന്നിട്ടവർ ഭ്രാന്തമായി അലറിയത്രേ, കൊല്ലപ്പെട്ട എൻ്റെ 5 മക്കൾക്ക് വേണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുസോളിനിയുടെ തേർവാഴ്ചയിൽ എല്ലാ വിമത ശബ്ദങ്ങളെയും നിശബ്ദമാക്കിയപ്പോൾ 5 മക്കൾ ഒന്നിനു പുറകെ മറ്റൊന്നായി കൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരമ്മയാണ്. അപ്പോൾ അവരുടെ പ്രതികാരത്തെ ആ പ്രതികാരം ഇങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടത് ലോകത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എഴുതിയത് എവിടെയോ വായിച്ചത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പരാജയപ്പെടുത്തി. മിലാനിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കെട്ടിത്തൂക്കി. അതിലെ വന്നവരും പോയവരുമെല്ലാം ആ ശവശരീരത്തിൽ കല്ലെറിഞ്ഞു. ഫാസിസത്തിൻ്റെ മുഖത്ത് ലോകം കാർക്കിച്ചു തുപ്പിയ നാളുകളായിരുന്നു അത്. ഹിറ്റ്ലർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. തൻ്റെ വളർത്തുനായെയും കാമുകിയെയും കൊലപ്പെടുത്തിയ ശേഷം ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. റഷ്യൻ ചെമ്പട ഫാസിസത്തിൻ്റെ അവസാനത്തെ എടുപ്പുകളും തകർത്തെറിയുന്ന കാഴ്ച കണ്ടാണ് ഹിറ്റ്ലർ ജീവനൊടുക്കിയത്. തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ ഐതിഹാസികമായ സൈനിക ജീവിതത്തിൻ്റെ ഉടമയായ ഒരു യുവ റഷ്യൻ റെഡ് ഗാർഡ്, അബ്ദുൽ ഹക്കീം ഇസ്മയിലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഹിറ്റ്ലറുടെ കൊട്ടാരത്തിൻ്റെ മുകളിൽ അരിവാളും ചുറ്റികയും ആലേഖനം ചെയ്ത ചെമ്പതാക ഉയർത്തുന്ന കാഴ്ച കണ്ടാണ്
ഇനി രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഹിറ്റ്ലർ ജീവനൊടുക്കിയത്. ഒരർത്ഥത്തിൽ ഫാസിസത്തെ ജനം കൊന്നും ഫാസിസം ആത്മഹത്യ ചെയ്തും ഒടുങ്ങിയ ഒരനുഭവമാണ് ആ കാലം നമുക്ക് പകർന്നു തരുന്നത്. എന്നാൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സമരമുഖത്ത് വെച്ച് പരാജയപ്പെട്ടു പോകുന്ന ഒന്നല്ല ഫാസിസം. ഒരു യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെടുന്ന ഒന്നുമല്ല ഫാസിസം. മനുഷ്യരുള്ള കാലത്തോളം ഇടവേളകളില്ലാതെ നാം പ്രതിരോധിക്കേണ്ട ഒരു വിപത്താണ് ഫാസിസം. ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലെ പരാജയം കൊണ്ട് ഫാസിസം എന്നേക്കുമായി ഇല്ലാതാവില്ല. അതൊരു മനോഭാവവും പ്രവണതയും കൂടിയാണ്. ഇന്ത്യയിലിപ്പോൾ ഫാസിസം വന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവും. അതില്ല. അങ്ങനെ വന്നുവെങ്കിൽ നമുക്കിങ്ങനെ കൂടിയിരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ശരിയായ പ്രയോഗം ഫാസിസത്തിൻ്റെ കാലൊച്ചകൾ കേട്ടു തുടങ്ങി എന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഫാസിസത്തിൻ്റെ കാലൊച്ചകൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. അതാവട്ടെ മുസോളിനിയുടെ സൈനിക പരിശീലന താവളം നേരിട്ട് സന്ദർശിച്ച് മുസോളിനിയുമായി കൂടിക്കാഴ്ച നടത്തി അവിടെ നിന്ന് പാഠങ്ങൾ വേദവാക്യം എന്ന പോലെ എഴുതിയെടുത്ത് ഹിറ്റ്ലറെയും മുസോളിനിയെയും മാതൃകയായി സ്വീകരിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്, RSS ആണ് ഇന്ത്യയിൽ ഫാസിസത്തിൻ്റെ പതാക നാട്ടാൻ ശ്രമിക്കുന്നത്. ആ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് വിജയിച്ചിട്ടില്ല. ആ ശ്രമം അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം മതനിരപേക്ഷ ഇന്ത്യക്ക് മരണവാറുണ്ടൊരുക്കുന്ന ഒരു ഘട്ടത്തിലാണ് 18 ലോകസഭാ തിരഞ്ഞെടുപ്പിൽ അവരാഗ്രഹിച്ച ഭൂരിപക്ഷത്തിലേക്ക് അവരെത്താത്തത് കൊണ്ട് മാത്രം ഭരണഘടന ഇന്ന് കാണുന്ന പോലെ നിലനിൽക്കുന്നത്. അവർ ലക്ഷ്യം വെച്ചത് ഇക്കൊല്ലം 2025 ഇന്ത്യൻ ഭരണഘടനയെ മാറ്റി പകരം ഒരു മതരാഷ്ട്രത്തിൻ്റെ ഭരണഘടന പ്രാബല്യത്തിൽ വരുത്തി അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണം എന്നായിരുന്നു. പക്ഷെ അതിന് ആവശ്യമായ അംഗബലം കിട്ടാത്തത് കൊണ്ട് അവർ പ്രതീക്ഷാപൂർവം കാത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇറ്റലിയിലും ജർമ്മനിയിലുമെല്ലാം ജന്മനാട്ടിൽ ചരിത്രത്തിലെ ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ ശക്തിയാൽ അമർച്ച ചെയ്യപ്പെട്ട ഫാസിസം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല ആരോഗ്യസ്ഥിതിയോടെ, വ്യത്യസ്തമായ ആരോഗ്യസ്ഥിതിയോടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് അധികാരം പിടിച്ച് ആ അധികാരം ഉപയോഗിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ആ വെല്ലുവിളിയെ ലോകം മുഴുവൻ നേരിടുന്നുണ്ട്. ഇറ്റലിയിൽ താൽക്കാലികമായാണെങ്കിലും ഒരു വിജയം അവർക്ക് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ലഭിച്ചിട്ടുണ്ട് എന്നത് നാം കാണാതിരിക്കരുത്. ഇന്ത്യയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫാസിസത്തിൻ്റെ കാലൊച്ച പ്രകടമായി കേൾക്കാനാവുന്ന ഒരു വിപത് കാലം, ആ കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോഴും ഈ അപകടത്തിനെതിരായ പ്രതിരോധം എഴുത്തിൻ്റെ രൂപത്തിൽ മറ്റ് കലാവിഷ്കാരങ്ങളുടെ രൂപത്തിൽ ഉയർന്നു വരുന്നുണ്ട്, വരാതിരിക്കുന്നില്ല. KR മീരയുടെ ഭഗവാന്റെ മരണം എന്നൊരു കഥയുണ്ട്. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ കഥ കൽബുർഗി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടതാണ്. നമ്മുടെ കാലം നേരിടുന്ന ഗൗരവതരമാർന്ന വെല്ലുവിളിയോട് ഫാസിസം കടന്നു വരുന്നുവോ എന്ന ആശങ്കയുണരുന്ന ഒരു കാലത്ത് രചിക്കപ്പെട്ട ഏറ്റവും കരുത്താർന്ന ഒരു സാഹിത്യ സൃഷ്ടിയായി നമുക്കതിനെ കാണാൻ പറ്റും. എമ്മുകൊന്തൻ്റെ ഒടുവിലത്തെ നോവലുണ്ട് നിങ്ങൾ. ആ നോവലിൻ്റെ പേര് നിങ്ങൾ എന്നാണ്. അത് വായിച്ചിട്ടുള്ളവരിവിടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മുഖത്തെ ഭാവം കാണുമ്പോൾ ഞങ്ങൾ ആ കൂട്ടരല്ല എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ തെറ്റായ ഒരു നിഗമനമായിരിക്കും. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കണ്ടശയായി പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. പിന്നെ അത് നോവലായി ഒറ്റ പുസ്തകമായി തന്നെ ഇറങ്ങി. അതാണ് എം മുകുന്ദൻ്റെ ഒടുവിലത്തെ നോവൽ. എല്ലാവർക്കും വായിക്കാവുന്നൊരു കൃതിയാണ്. നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മലയാളത്തിലെ നോവലുകൾക്കിടയിൽ നവീനമായ ഒരു രചനാ ശൈലി കൂടി പരിചയപ്പെടുത്തുന്ന ഒരു നോവലാണ്. വായിക്കുന്ന ഓരോരുത്തരുമാണ് ആ നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ. നിങ്ങളുടെ പേര് ഉണ്ണീഷ്ണൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ നോവൽ ആരംഭിക്കുന്നത്. അപ്പോൾ വായിക്കുന്ന നമ്മൾ ഉണ്ണികൃഷ്ണനായി. അങ്ങനെ വായനക്കാരനെ കേന്ദ്ര കഥാപാത്രമാക്കി അതിലൂടെ വികസിക്കുന്ന
നവീനമായ ഒരു ശില്പഭംഗി ആ നോവലിലുണ്ട്. വേറെ ഏതെങ്കിലും നോവൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. പറഞ്ഞു വന്നപ്പോൾ അതിനെക്കുറിച്ച് സാന്ദർഭികമായി പറഞ്ഞു വന്നേ ഉള്ളൂ. പറയാൻ കാരണം, അതിവിടെ പരാമർശിക്കാൻ കാരണം, ആ നോവലിലെ ഒരു അധ്യായം നിങ്ങളും ഹിറ്റ്ലറും എന്നാണ്. ഓരോ അധ്യായങ്ങളും അങ്ങനെയാണ്, നിങ്ങൾ ഇന്നതും അങ്ങനെ. അപ്പോൾ നിങ്ങളും ഹിറ്റ്ലറും എന്നൊരു അധ്യായം, അതിലെ ഒരു ഭാഗം ഇങ്ങനെ, നോവലിലെ ഒരു പരാമർശം, വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വഴങ്ങിയിട്ടില്ല. എന്നാൽ ഒരവസരം കാത്ത് അതിപ്പോഴും നിങ്ങളുടെ തൊലിപ്പുറത്ത് തന്നെ ഉണ്ട്. ഇതാ ഈ കാലത്ത് എഴുതപ്പെട്ട സർഗാത്മക സാഹിത്യത്തിലെ ഈ കാലത്തിൻ്റെ രാഷ്ട്രീയ വെല്ലുവിളികളെ ഏറ്റവും ഭംഗിയായി ഫലപ്രദമായി തുറന്നു കാണിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന മറ്റൊരു വാചകം ഇപ്പോൾ എഴുതപ്പെട്ട ഏതെങ്കിലും സാഹിത്യകൃതിയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഈ കാലത്തെ ഫാസിസത്തിനെതിരായ ദീർഘവീക്ഷണത്തോടു കൂടിയ പ്രതിരോധത്തിൻ്റെ ഒരു മുന്നറിയിപ്പായി, ഒരു വിളംബരമായിട്ട് നാം കണക്കിലെടുക്കേണ്ടതാണ്. ഒപ്പം എല്ലാവരെയും ആത്മപരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടവരുമാണ്. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ തൊലിപ്പുറത്ത് ഇപ്പോഴും ഈ വംശീയതയും വർഗീയതയും നിലനിൽക്കുന്നുവോ, ഒരവസരം കാത്ത് ഉള്ളിലേക്ക് കടക്കുവാൻ. ഇപ്പോൾ ഏതൊക്കെ വാർത്തകളാണ് നിങ്ങൾ നോക്കൂ ഓരോ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. കേരളീയ നവോത്ഥാനത്തെ പരിഹസിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നില്ലേ? നരബലി മുതൽ സമാധി വരെ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമ്മുടെ വിഷയം നേരിട്ടതല്ല എന്നത്. ഏതെങ്കിലും വികലമായ മാനസികത സ്വന്തമായി ഉണ്ടാവുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന ചുരുക്കം ചിലർ എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. അതല്ല നമ്മുടെ പ്രശ്നം. ഇത് സമാധിയാണ്, ഇത് പൊളിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളെ, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയെ ശരിയായി മനസ്സിലാക്കി വേണമെങ്കിൽ നമുക്ക് പൊറുക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന് അർഹമായ ചികിത്സ നൽകാൻ സ്നേഹമുള്ളവരാരും ഇല്ലല്ലോ എന്ന് നമുക്ക് ദുഃഖിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അതിന് പിന്തുണയുമായി ഒരുപാട് പേര് ഒത്തുകൂടുമ്പോൾ, അതെ ഇത് സമാധി തന്നെയാണ് എന്നൊരു ഗ്രാമം വിളിച്ചു പറയുമ്പോൾ നമ്മൾ ജാഗരൂകത പാലിക്കേണ്ടതായിട്ടുണ്ട്. കാലം മറികടന്നുവെന്ന് നാം കരുതിയ അബദ്ധങ്ങൾ, ഇത്തരത്തിലുള്ള പരിപാടികൾ, അതിന് ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അത് കൂടുതൽ ഇപ്പോൾ ശക്തിപ്പെട്ടു വരുന്നത് കേവല യാദൃച്ഛികതയല്ല, അതിന് അനുകൂലമായ ഒരു ദേശീയ സാമൂഹ്യ പരിസരം രൂപപ്പെടുന്നുണ്ട്. വിദ്വേഷത്തിൻ്റെയും എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും എല്ലാ അനാചാരങ്ങളുടെയും ഒരന്തരീക്ഷം നമ്മുടെ രാജ്യത്ത് ദൃഢമായി വരുന്നുണ്ട്. അതിൻ്റെ കൂടി സ്വാധീനം ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കുണ്ട്. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ലോകത്തിലൊരു ജനാധിപത്യ രാജ്യത്തും ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത അനുഭവമാണ്. അല്പവസ്ത്രധാരികളായ ഏതോ ഒരു അപരിഷ്കൃത കാലത്തെ ആളുകൾ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന പുരോഹിതരെന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ, മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ അവരാണ് ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരം കൈയടക്കിയത്. മതനിരപേക്ഷത ഉദ്ഘോഷിക്കുന്ന ഭരണഘടനയുള്ളൊരു രാജ്യത്താണ് അവരങ്ങനെ ചെയ്തു എന്ന് മാത്രമല്ല, അതിൻ്റെ മുന്നിൽ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ ശിരസ്കരായി നിന്നു. നമ്മുടെ ചാനലുകൾ ആവേശത്തോടെ ഈ കാര്യങ്ങൾ സംപ്രേഷണം ചെയ്തു. മലയാള മനോരമ പിറ്റേ ദിവസം സമർപ്പണം എന്ന തലക്കെട്ട് അതിന് കൊടുത്തു. മാതൃഭൂമി മനോരമയോട് മത്സരിച്ച് കീഴ്പ്പെടുത്തി പുതിയ ഇന്ത്യ എന്ന് തലക്കെട്ട് കൊടുത്തു. ഇതല്ല ഇന്ത്യ എന്നാണ് അന്ന് ദേശാഭിമാനി തലക്കെട്ട് കൊടുത്തത്. ടെലഗ്രാഫ് ദിനപത്രം ഒരു പക്ഷേ ഏറ്റവും കരുത്തുറ്റ ഒരു തലക്കെട്ട് ആ ചിത്രത്തിന് നൽകി. ടെലഗ്രാഫിൻ്റെ ആദ്യ പേജിലെ ആ ലീഡ് തലക്കെട്ട് നൽകിയത് 2023 BC എന്നായിരുന്നു. 2023 BC. അതിനേക്കാൾ പ്രഹരശേഷിയുള്ള ഒരു തലക്കെട്ട് ഒരു പക്ഷേ പത്രത്തിന് കൊടുക്കുക സാധ്യമായിരിക്കില്ല. അടുത്ത ദിവസം ടെലഗ്രാഫിൻ്റെ എഡിറ്റർ മലയാളി കൂടിയായ രാജഗോപാലിന് ആ സ്ഥാനം നഷ്ടപ്പെട്ടു.
അതാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കാലം ഫാസിസത്തിലേക്ക് കടന്നു പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി കടന്നു വരുമ്പോൾ, മാധ്യമങ്ങളെല്ലാം അതിന് വിധേയപ്പെട്ടു പോകുമ്പോൾ, അതിനെതിരായ ആവിഷ്കാരങ്ങൾ കലാവിഷ്കാരങ്ങളായി, സാഹിത്യകൃതികളായി, കവിതകളായി, കഥകളായി ഒക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. നോവലുകളായി ഒക്കെ മുന്നറിയിപ്പുകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ദയാരഹിതമായ അടിച്ചമർത്തലിന് വിധേയമാകുന്നുമുണ്ട്. ഗൗരി ലങ്കേഷ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല, ഗോവിന്ദ പൻസാര ഇല്ല, നരേന്ദ്ര ധാബോൽക്കർ ഇല്ല, കൽബുർഗി ഇല്ല, മറ്റൊട്ടനവധി ആളുകൾ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ജസ്റ്റിസ് ലോയ നമ്മോടൊപ്പം ഇല്ല. ലോയയുടെ അനുഭവം നമ്മളെ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ന്യായാധിപന്മാരുടെ മുന്നിലൊക്കെ ഇപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഗോഗോയി ആവാം, അല്ലെങ്കിൽ ലോയയുമാവാം. അത് കൃത്യമായ 2 വഴികൾ തുറന്നു കാണിക്കുന്നുണ്ട്. അതിലേത് സ്വീകരിക്കണം ഓരോരുത്തർ നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അതിലേക്കിപ്പോൾ കൂടുതൽ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പറഞ്ഞു വന്നത് പറയാൻ ശ്രമിച്ചത്, ഫാസിസം എന്നത് ചരിത്ര വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഇറ്റലിയിലും ജർമ്മനിയിലും പരാജയപ്പെടുത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം മാത്രമല്ല, അത് നിരന്തരമായ പ്രതിരോധത്തെ അർഹിക്കുന്ന ഒരു വിപത്താണ്. നിരന്തരം ഫാസിസത്തിനെതിരായ ആശയപ്രചരണം, പ്രതിരോധം വളർന്നു വരേണ്ടതാണ്. വർഗീയതയെക്കുറിച്ച്, ഇന്ത്യയിൽ ഫാസിസത്തിൻ്റെ രൂപം വർഗീയമാണ്, അതെല്ലാവർക്കും അറിയാം. വർഗീയതയ്ക്കെതിരായ സമരത്തെക്കുറിച്ച് ബിപിൻ ചന്ദ്ര ചില നിരീക്ഷണങ്ങൾ മുൻപോട്ട് വെക്കുന്നുണ്ട്. ബിപിൻ ചന്ദ്രയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം, അദ്ദേഹം വിമർശനപരമായി കോൺഗ്രസിനെ, ദേശീയ പ്രസ്ഥാനത്തെ, ഇടതുപക്ഷത്തെ ഒക്കെ സമീപിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് ധരിച്ചിരുന്നത് സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുമ്പോൾ സ്വാഭാവികമായും ആ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ അഗ്നിജ്വാലകളേറ്റ് വർഗീയത ഇല്ലാതെയാവും, നാമാവശേഷമാകും എന്നായിരുന്നു. ഇന്ത്യയിലെ ഇടതുപക്ഷം കണക്കാക്കിയത് വർഗസമരം ശക്തിപ്പെടുമ്പോൾ ആ വർഗസമരത്തിൻ്റെ തീക്ഷ്ണതയിൽ വർഗീയത സ്വാഭാവികമായും ഇല്ലാതെയായി പോകും എന്നായിരുന്നു. എന്നാൽ അങ്ങനെ കണ്ടുകൂടാ. വർഗീയതയ്ക്കെതിരെ ഇടവേളകളില്ലാത്ത സമരം വേണം. വർഗീയതയ്ക്കെതിരെ ഇടവേളകളില്ലാത്ത സമരം എന്നത് ഫാസിസത്തിനെതിരെ ഇടവേളകളില്ലാത്ത സമരമെന്നും നമുക്ക് പറയാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരാജയപ്പെട്ടു എന്നതുകൊണ്ട്, ഒരു തിരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞു എന്നതുകൊണ്ട് വർഗീയത ഇല്ലാതാവില്ല. ഫാസിസം എന്നേക്കുമായി അസ്തമിച്ചു പോവില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യസ്നേഹികളെയും എല്ലാ കാലത്തും ഈ അപകടങ്ങൾക്കെതിരായി അണിനിരത്തി നിരന്തരം എന്താണ് ഫാസിസമെന്ന്, അത് ലോകത്തിന് സമ്മാനിച്ച ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകണം എന്ന് തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് സാമാന്യേന ദീർഘമായ ആമുഖം എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റും കേൾക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻ്ററാക്ഷനുള്ള സമയമാണ്. ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭീകര പ്രവർത്തനമാണ് ഫാസിസം എന്നാണ് ശ്രീ സ്വരാജ് സൂചിപ്പിച്ചത്. ഏതെങ്കിലും ചരിത്ര കാലഘട്ടത്തിൽ ജർമ്മനിയിലും ഇറ്റലിയിലും പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് എതിരായിട്ടുള്ള സമരം അവസാനിക്കുന്നില്ല. ഇന്നും നമ്മുടെ പല രാജ്യങ്ങളിലും ഫാസിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനത്തിലുള്ള പാർട്ടികൾ ഭരിക്കുന്നുണ്ട്. എന്തിനധികം അമേരിക്ക ഫാസിസത്തിലേക്ക് നീങ്ങുകയാണ് എന്ന ഒരു സൂചന പല ചിന്തകന്മാരും ഇന്ന് നൽകുന്നുണ്ട്. ജോൺ ബെലാമി ഫോസ്റ്ററുടെ അടുത്തെഴുതിയൊരു ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ നവഫാസിസം വൈറ്റ് ഹൗസിൽ എന്നാണ്. ഇന്ത്യൻ സ്റ്റേറ്റ് ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റായില്ല, പക്ഷേ ഇന്ത്യയിൽ ഫാസിസത്തിൻ്റെ കാലച്ചുകൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റേതായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ എല്ലാ മേഖലകളിലും നടക്കുന്നത് പോലെ കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലുമൊക്കെ വേണം. കലയെക്കുറിച്ച് പറയുമ്പോൾ, സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയാറുണ്ട്. ഈ വൈലോപ്പിള്ളി പണ്ട് പറഞ്ഞതുപോലെ കവി സൗവർണ പ്രതിപക്ഷമാണെന്ന്. അതിൽ
കലയുടെയും അതിൻ്റെ സാഹിത്യത്തിലേക്കുള്ള ഉള്ളടക്കത്തിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ അംശമുണ്ട്. പണ്ട് കല കലയ്ക്ക് വേണ്ടി എന്ന് പറയാറുണ്ട്. കല കലയ്ക്ക് വേണ്ടി എന്നൊരു മുദ്രാവാക്യം ഉയർന്നു വന്നിരുന്നു വാൾട്ടർ പേറ്ററുടെയൊക്കെ വെസ്റ്റിൽ. നമ്മൾ ഈ കേരളത്തിലും വന്നതാണല്ലോ. ആ കല കലയ്ക്ക് വേണ്ടി എന്ന് പറയുമ്പോഴും അതിൽ പോലും കല രാജ്യഭരണത്തെയോ അല്ലെങ്കിൽ മൂലധന വാഴ്ചയെയോ സേവിക്കുകയല്ല. കലയ്ക്ക് അതിൻ്റെ സ്വച്ഛന്തമായിട്ടുള്ള ഉള്ളടക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കലയുടെ കടമ. അത് മാനവികത ഉയർത്തിപ്പിടിക്കുക എന്നുള്ള സൂചന കൂടി നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുകുന്ദൻ്റെയും അതുപോലെ തന്നെ KR മീരയുടെയൊക്കെ നിരവധി ഗ്രന്ഥങ്ങൾ ഇന്നത്തെ സമകാലീന രാഷ്ട്രീയ കാലാവസ്ഥയോട് സർഗാത്മകമായി പ്രതികരിച്ചുള്ള ഒരുപാട് രചനകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൂടി ഞാൻ പറയാം. 2023 തോന്നുന്നു കുനാൽ പുരോഹിത് എന്ന ഒരു യുവ പത്രപ്രവർത്തകൻ്റെ പുസ്തകം പറഞ്ഞു. എച്ച് പോപ്പ് ഹിന്ദുത്വ പോപ്പ് മ്യൂസിക്, എച്ച് പോപ്പ് ദ ക്രിയേറ്റീവ് വേൾഡ് ഓഫ് പോപ്പ് സ്റ്റാർസ് എന്ന ഒരു പുസ്തകം. അതായത് ഉത്തരേന്ത്യയിലൊക്കെ തന്നെ സംഗീതത്തിൻ്റെ പോപ്പ് സംഗീതം, ഹിന്ദുത്വ സംഗീതം വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മുദ്രാവാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന, ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന, ഒരുപക്ഷെ ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന രീതിയിൽ ജാർഖണ്ഡിലും ഉത്തർപ്രദേശിലൊക്കെ തന്നെ ഗ്രാമങ്ങളിൽ പോലും വ്യാപകമായതിനെക്കുറിച്ചാണ് കുനാൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന എഴുത്തുകാർക്കും കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ രാജ്യത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ക്ഷണിക്കുന്നു. എൻ്റെ ചോദ്യം ചരിത്രരചനയെക്കുറിച്ചാണ്. മഹത്വമായത് പലതും തിരസ്കരിക്കുകയും മറ്റു പലതിനെയും മഹത്വവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചരിത്രരചനയുടെ കാലഘട്ടം കൂടിയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാസിസത്തിൻ്റെ കാലത്ത് ചരിത്രരചനയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ബോധപൂർവമായി ചരിത്രത്തെ ഫാസിസം അല്ലെങ്കിൽ ഫാസിസ്റ്റ് കാലം മാറ്റി എഴുതപ്പെടുന്നതാണെങ്കിൽ അതിനെ തിരുത്തപ്പെടാൻ ചരിത്രരചനയിലും പുതിയ രചനകൾ ഉണ്ടാവേണ്ടതില്ലേ എന്നുള്ളതാണ്. നെഹ്റു ഒരിക്കൽ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വളരെ രസകരമായൊരു പ്രയോഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ലോകം മാറ്റിമറിച്ച മഹാന്മാർ പലരും ഉണ്ടാവാം, എന്നാൽ ചരിത്രം എഴുതുന്നവരെ പോലെ മാറ്റിമറിച്ചവർ അധികം ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ചരിത്രം മാറ്റിമറിച്ചവർ പലരും ഉണ്ടാവാം, എന്നാൽ ചരിത്രം എഴുതിയവരെ പോലെ ചരിത്രം മാറ്റിമറിച്ച് അധികം ആരും ഉണ്ടാവില്ല എന്നാണ്. അതൊരു രൂക്ഷമായ വിമർശനമോ പരിഹാസമോ ഒക്കെയാണ്, എന്നാൽ അത് അസ്ഥാനത്തല്ല. നിങ്ങളീ പറഞ്ഞത് ഏറ്റവും പ്രസക്തമായ ഒരു ആകുലതയാണ്. ചരിത്രത്തെ മായ്ച്ച് അവിടെ തങ്ങളുടെ താല്പര്യാനുസരണമുള്ള കഥകൾ എഴുതി വയ്ക്കുക എന്നത് ഫാസിസത്തിൻ്റെ ഒരു പ്രയോഗമാണ്. ലോകത്തിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഞാനതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. മറിച്ച് ഒരു അനുഭവം പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഗുജറാത്തിൽ ഒരു ഔദ്യോഗിക സ്വഭാവമുള്ള സന്ദർശനത്തിന് വേണ്ടി പോയി. അവിടെ ഗാന്ധിനഗറിൽ ഒരു ഗാന്ധി മ്യൂസിയം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗാന്ധി മ്യൂസിയത്തിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ അകമ്പടിയോടെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്, പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മളിതൊക്കെ കണ്ട് ഒടുവിലെത്തുമ്പോൾ ഗാന്ധി വധം അത് ആവിഷ്കരിച്ചിരിക്കുന്ന സ്ഥലത്തെത്തും. പക്ഷെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഒരു ഒഴിഞ്ഞ മുറി. അവിടെ നമ്മൾ വരുമ്പോൾ ഒരു നരേഷനാണ്, ഒരു വിവരണം പശ്ചാത്തലത്തിൽ കേൾക്കാം, അത്രയേ ഉള്ളൂ. ആ വിവരണം ഇങ്ങനെയാണ്: 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിയെ ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ വെടിവെച്ചു കൊന്നു, അത്രയേ ഉള്ളൂ. ഈ ആൾക്കൂട്ടത്തിൽ നിന്നും ആരാണ് വെടിവെച്ചതെന്നുള്ളത് മ്യൂസിയം അധികൃതർക്കോ ഗുജറാത്ത് സർക്കാരിനോ ഇപ്പോൾ അറിഞ്ഞൂടാ. ഒരാൾ എന്നാണ്, അവിടെ കൊണ്ട് അവസാനിച്ചു, വേറെ കൂടുതൽ കാര്യമില്ല. എന്തിന് കൊന്നു? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ലോകത്തോട് പറഞ്ഞ, മഹാപർവ്വതങ്ങളോളം പഴക്കമുള്ള സത്യവും അഹിംസയുമല്ലാതെ മറ്റൊന്നും എനിക്ക് ലോകത്തെ പുതിയതായി പഠിപ്പിക്കുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പർവ്വത സമാനമായ ഔന്നത്യത്തിലേക്ക് സത്യത്തെയും അഹിംസയെയും പ്രതിഷ്ഠിച്ച ആളാണ് ഗാന്ധിജി. അതുകൊണ്ടാണ് കുഞ്ഞിരാമൻ നായർ ഗാന്ധിജിയെ ഹിമാലയവുമായാണ് ഉപമിച്ചത്. ഇന്ത്യക്ക് 2 ഹിമാലയമുണ്ട് എന്നാണ് കുഞ്ഞിരാമൻ നായരുടെ ഏറ്റവും പ്രശസ്തമായ വരികൾ. അയാളെ എന്തിനാണ് വെടിവെച്ചു വന്നത്? അതൊരു ചോദ്യമല്ലേ?
എന്തെങ്കിലും സ്വത്ത് തർക്കമുണ്ടായിരുന്നു ഗാന്ധിജി? അപ്പോൾ അതൊക്കെ ഒരുപാട് സമയമെടുത്ത് വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ ആ കാര്യം ഒന്നും പറയുന്നില്ല. അതാ മ്യൂസിയത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇന്ത്യ ചരിത്രത്തിൽ നിന്നും ഗാന്ധിജിയെ മായ്ച്ചു കളയാനുള്ള നീക്കമാണ് ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളെ ആകെ ഭരണകൂടത്തിൻ്റെ സ്വാധീന ശക്തിയാൽ ഈ ചരിത്ര ഹത്യയ്ക്ക് ഒപ്പം കൂട്ടുകയാണ്. 2023 ജനുവരി മാസം 30-ാം തീയതി, 23 തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ആരെങ്കിലും ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി 2023 ജനുവരി 30 നോക്കുമ്പോൾ ഇല്ലെങ്കിൽ 2022 നോക്കുക, അതിൽ വ്യത്യാസം വരില്ല. മാതൃഭൂമി ദിനപത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ ഒരു ഗാന്ധി അനുസ്മരണ ലേഖനമുണ്ട്. നന്നായിട്ട് ലേഖനം എഴുതുന്ന ഒരാൾ എഴുതിയതാണ്. ആളുടെ പേരൊന്നും ഇപ്പോൾ ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ എഡിറ്റോറിയൽ പേജ് മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ലേഖനം ആദ്യാവസാനം വായിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയെ കൊന്നതാരാണെന്നൊരു വാക്കില്ല, ആ പേരില്ല. ഗാന്ധിജി എന്തിനു കൊന്നു മിണ്ടുന്നതേയില്ല. കഴിഞ്ഞ വർഷം 2024 ജനുവരി 30 മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിലും വിശദമായ ഗാന്ധി അനുസ്മരണമുണ്ട്. എഡിറ്റോറിയൽ തന്നെ ഗാന്ധിയാണ്. ഗാന്ധിജി വലിയ ആളായിരുന്നു, നല്ല ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എഴുതിയിരിക്കുകയാണ്, അങ്ങനെയുള്ള ഗാന്ധിജിയെ നമ്മൾ കൊന്നു. വായിക്കുന്നോ ഞെട്ടിപ്പോവും. നമ്മളോ? ആര്? പത്രം വായിക്കുന്ന പാവപ്പെട്ട നമ്മളാണോ ഗാന്ധിയെ കൊന്നു? അതോ പത്രത്തിൻ്റെ എഡിറ്ററും മാനേജരും ഒക്കെ കൂടി കൊന്നോ? നമ്മൾ കൊന്നു എന്ന് പറയാം. ആര് കൊന്നു? എന്തിനു കൊന്നു? ബോധപൂർവം ഈ കാര്യങ്ങൾ മായ്ച്ചു കളയാൻ ശ്രമിക്കുക. ആ ദിവസം പുറത്തിറങ്ങിയ ദേശീയ മാധ്യമങ്ങളിലും ഏതാണ്ട് ഇതേ ശൈലിയാണ്. ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്തിന് എന്ന്, ആരിത് ചെയ്തുവെന്ന് ആരും വിശദീകരിക്കുന്നില്ല. ഇതുമായി കൂട്ടിച്ചേർത്ത് വെച്ച് വായിക്കണം. ഗുജറാത്തിലും UP-യിലുമെല്ലാം കഴിഞ്ഞ വർഷവും ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളിൽ ഒന്ന് ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്തിന് എന്നാണ്. ഇതൊരു തമാശയല്ല. നിങ്ങൾ ഉറപ്പിച്ചോളൂ, 10-15 കൊല്ലം കഴിഞ്ഞാൽ അന്ന് കോളേജിൽ പഠിക്കുന്ന നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഗാന്ധിജി കൊല്ലപ്പെട്ടു എന്ന് ചിലപ്പോൾ വിശ്വസിച്ചേക്കില്ല. അത് അപകടത്തിൽ മരിച്ചു എന്നോ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിചാരിക്കുക. ഇത്രമാത്രം ദയാരഹിതമായ ഒരു ചരിത്ര നിരാസം, ചരിത്ര വസ്തുതകൾ മായ്ച്ച് അവിടെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യാർത്ഥമുള്ള കഥകൾ എഴുതി ചേർത്ത് പുതിയ പ്രതീതികൾ സൃഷ്ടിച്ച് ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കുഴിച്ചു മൂടുന്ന ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ ആർക്കൈവിൽ നിന്ന് ഒരുപാട് ചരിത്രരേഖകൾ കാണാനില്ല. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആർട്സ് കോളേജിലെ ചരിത്ര വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ ഗവേഷണ മനസ്സോടെ ഇത് പരിശോധിക്കാവുന്നതാണ്. കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ കാലത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യം, ഒരു സാംസ്കാരിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രശസ്തനായ ചിത്രകാരൻ മുരളി ചീരോത്തും പ്രശസ്തനായ കവി PN ഗോപികൃഷ്ണനും അതുപോലെ ചിത്രങ്ങൾ കൊണ്ട്, ഫോട്ടോഗ്രാഫുകൾ കൊണ്ട് കാലത്തെ ജാഗ്രതപ്പെടുത്തുന്ന സുധീഷും ഒക്കെ ചേർന്ന് ഗാന്ധിജി സമാധാനത്തിൻ്റെ ദൂതുമായി കടന്നുപോയ ഭൂപ്രദേശങ്ങളിലൂടെ ക്ലേശങ്ങൾ സഹിച്ചൊരു യാത്ര നടത്തുകയുണ്ടായി കുറച്ച് നാൾ മുമ്പ്. നവഖാലിയിൽ, ബീഹാറിൽ വിഭജനത്തിൻ്റെ കാലത്ത് മനുഷ്യൻ്റെ രക്തം പുഴ പോലെ ഒഴുകിയ മനുഷ്യക്കുരുതികളുടെ നാട്ടിലൂടെ അന്ന് ഗാന്ധിജി സമാധാനത്തിൻ്റെ ദൂതുമായി കടന്നുപോയി. അപ്പോൾ ആ ഭൂപ്രദേശങ്ങളിലൂടെ ഒരു യാത്ര നടത്തുകയുണ്ടായി. അവിടുത്തെ ദൃശ്യങ്ങൾ അവർ ഒപ്പിയെടുത്തു. ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ, ഗാന്ധിജി കടന്നുപോയ സമയത്തെ ദൃശ്യങ്ങൾ വളരെ ക്ലേശിച്ച് ചരിത്രത്തിൽ നിന്ന് അവർ പരതി എടുത്തു. അതെല്ലാം സമന്വയിപ്പിച്ച് ഭൂതകാലവും വർത്തമാനവും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സന്ധി എന്ന പോലെ എറണാകുളം ദർബാർ ഹാളിൽ ഇപ്പോൾ ഒരു പ്രദർശനം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ സാധിക്കുന്നവർ എറണാകുളത്തേക്കൊന്ന് വണ്ടി കയറി ആ പ്രദർശനം കാണുന്നത് ചരിത്രത്തെ കുഴിച്ചു മൂടാനും മായ്ച്ചു കളയാനുമുള്ള ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് ഒരു അനുഭവമായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങളിൽ സാധിക്കുന്നവർ എറണാകുളം ദർബാർ ഹാളിൽ ഇന്നിപ്പോൾ 15-ാം തീയതി, 2 ദിവസം കൂടിയുണ്ട്, 18-ാം തീയതി അവസാനിക്കും. അത് കാണാൻ കൂടി നിങ്ങളോട് ഞാൻ ഈ ഒരു അവസരം അതിനുവേണ്ടി കൂടി ഞാൻ ഉപയോഗപ്പെടുത്തുക. ഫാസിസത്തിന് എതിരായിട്ട്
എഴുത്തിൻ്റെ മേഖലയിൽ ഫാസിസത്തെ പ്രതിരോധിച്ചുകൊണ്ട് എഴുത്തിൻ്റെ മേഖലയിൽ നടക്കുന്നതല്ല, അതിൻ്റെ ഫലത്തെക്കുറിച്ചൊന്ന് പറയാമോ? നമ്മളെ അസ്വസ്ഥമാക്കുകയും അത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ആ ചിന്ത പ്രവൃത്തിപഥത്തിലേക്ക് നമ്മളെ നയിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരർത്ഥത്തിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള ഈ കലാസാഹിത്യ പ്രവർത്തനങ്ങൾ വിജയിച്ചു എന്നൊക്കെ പറയാൻ കഴിയുക. പക്ഷേ അതും എഴുതിയ ഒരു കൃതി അന്ന് തന്നെ വായിച്ചോളണമെന്നൊന്നുമില്ല. ഈ ഫാസിസ്റ്റ് അധികാര പ്രയോഗങ്ങൾക്കെതിരായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അക്ഷരങ്ങളും ശില്പങ്ങളും, ഇപ്പോൾ ശില്പങ്ങൾക്കൊക്കെ ദൗത്യമുണ്ട്. ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിൽ ലിഡിസ് മ്യൂസിയം എന്ന് പറഞ്ഞൊരു മ്യൂസിയമുണ്ട്. വളരെ പ്രശസ്തനായ ചിത്രകാരൻ സത്യപാൽ അതിനെക്കുറിച്ച് എഴുതിയത് ഞാൻ വായിക്കുകയുണ്ടായി. ആ മ്യൂസിയത്തിൽ 82 കുഞ്ഞുങ്ങളുടെ ശില്പമാണ്. ആകുലരായിരിക്കുന്ന, അസ്വസ്ഥരായിരിക്കുന്ന, ഭയപ്പെട്ടിരിക്കുന്ന, സങ്കടപ്പെട്ടിരിക്കുന്ന മുഖഭാവങ്ങളോടുകൂടി 82 കുഞ്ഞുങ്ങളുടെ. ഹിറ്റ്ലറുടെ നരമേധത്തിൻ്റെ കാലത്ത് ആ ഗ്രാമത്തിൽ ഗ്യാസ് ചേമ്പറുകൾ എറിഞ്ഞ് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ ഒരു പ്രതീകാത്മകമായ ഒരു അവരുടെ ശില്പങ്ങളിലൂടെ ആ കുഞ്ഞുങ്ങളുടെ ദൈന്യതയെ ആവിഷ്കരിക്കുകയാണ് ആ മ്യൂസിയത്തിൽ. അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ആ മ്യൂസിയത്തിലെത്തുന്ന സന്ദർശകർ ഓരോ കുഞ്ഞിൻ്റെയും ശില്പത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ അവരുടെ മനസ്സിലൂടെ ആ കാലം കടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ എന്ത് തെറ്റു ചെയ്തു എന്ന കുഞ്ഞുങ്ങൾ ലോകത്തോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്. എത്രമാത്രം മനുഷ്യത്വരഹിതമാണ് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഒക്കെ രാഷ്ട്രീയം എന്നത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പം ശില്പങ്ങൾ എങ്ങനെയാണ് ഫാസിസത്തിനെതിരായ പ്രതിരോധം തീർക്കുക എന്ന് ലിഡിസ് മ്യൂസിയം ലോകത്തെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് സത്യപാൽ എഴുതിയത്. പിക്കാസോയുടെ ചിത്രത്തെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിശ്രുതമായ പെയിൻറ്റിംഗ് ഉണ്ട്. റെനേറ്റോ ഗുട്ടൂസോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ചിത്രകാരൻ്റെ പെയിൻറ്റിങ്ങാണ്. ആ പെയിൻറ്റിങ്ങിൻ്റെ പേര് തന്നെ ദ ഫ്യൂണറൽ ഓഫ് തോഗ്ലിയാത്തി എന്നാണ്. ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ഫാസിസത്തിനെതിരായ പോരാട്ടത്തിന് സജീവമായ നേതൃത്വം കൊടുക്കുകയും ചെയ്ത പാൽമിറോ തോഗ്ലിയാത്തിയുടെ മരണം, അദ്ദേഹത്തിൻ്റെ മരണാനന്തര ശവസംസ്കാരം, ആ ചടങ്ങുകളുടെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു പെയിൻറ്റിങ്ങാണ്. പക്ഷെ ആ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത മരിച്ചു കിടക്കുന്ന തോഗ്ലിയാത്തിക്ക് അന്തിമാഭിവാദനങ്ങൾ അർപ്പിക്കാൻ കടന്നു വരുന്നവർ മാർക്സും എംഗൽസും ലെനിനും എന്നു വേണ്ട അന്നോളം ഭൂമുഖത്തുണ്ടായിരുന്ന ജീവിച്ചിരുന്നവരും മരിച്ചവരുമായ സകലരുമാണ്. അതിലൊരിടത്ത് തോഗ്ലിയാത്തിയെ തന്നെ കാണാം. എന്ന് വെച്ചാൽ ആ പെയിൻറ്റിങ്ങിലൂടെ തോഗ്ലിയാത്തി ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് ജീവിതം സമർപ്പിച്ച ഒരാളാണ്. ആ പെയിൻറ്റിങ്ങിലൂടെ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, മരിച്ചു പോയവരും അവരുടെ ഓർമ്മകളും ഒക്കെ പങ്കുവഹിക്കേണ്ടതുണ്ട് എന്ന ഒരു പുതിയ ആശയത്തെ റെനേറ്റോ ഗുട്ടൂസോ ലോകത്തിന് പകർന്നു കൊടുക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു ചിത്രം, ഒരു ശില്പം, ഒരു കവിത, ഒരു കഥ, അതൊക്കെ ഈ പറയുന്ന ആശയപരിസരത്തെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ കാലത്ത് അത് അർഹിക്കുന്ന വായനക്കാരെയും ആസ്വാദകരെയും കണ്ടെത്തുകയും അത് സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാവുകയും ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ഫാസിസത്തിനെതിരെ മനുഷ്യസ്നേഹം തുടിച്ചു നിൽക്കുന്ന ഒരു കവിത ആരെങ്കിലും എഴുതിയെന്നിരിക്കട്ടെ, ഇന്ന് അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെയോ വായിക്കപ്പെടാതെയോ പോയാലും നാളെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനങ്ങനെയും ഒരു സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതാണ്ട് സമയമായും തോന്നുന്നു അല്ലേ? ഈ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ത്യൻ ഫാസിസത്തെ അതിൻ്റെ ആശയ പരിസരത്ത് നിന്ന് ചോദ്യം ചെയ്യുമ്പോൾ, അതിനെതിരായി പ്രതിരോധം തീർക്കുമ്പോൾ നമ്മൾ ഫാസിസത്തിനെതിരെ ഏകകമായി എടുത്തുകൊണ്ട് ഒരു സമരം സാധ്യമാവുമോ? അല്ലെങ്കിൽ ഇന്ത്യൻ ഫാസിസം എന്നത് ബ്രാഹ്മണ്യത്തിലും സവർണ ദേശീയതയിലും സവർണാധിപത്യത്തിലും അധിഷ്ഠിതമാണ്. ഫാസിസത്തെ എതിർക്കുന്നത് പോലെ തന്നെ
ബ്രാഹ്മണ്യത്തെയും സവർണ ഫാസിസത്തെയും സവർണതയെയും, സവർണത എന്ന് പറയുന്നത് ഞാൻ പറയാതെ അത് സവർണ വ്യക്തികളോടല്ല, സവർണ ആശയ പരിസരങ്ങളോട്, ഇതിനെയും കൂടി ഒപ്പം ചേർത്ത് കണ്ണി ചേർത്ത് എതിർക്കുമ്പോൾ മാത്രമല്ലേ ശരിയായ രീതിയിലുള്ള ഫാസിസ്റ്റ് വിരുദ്ധ സമരങ്ങളും പ്രതിരോധങ്ങളും സാധ്യമാവുകയുള്ളൂ. എനിക്കതിനോട് വിയോജിപ്പില്ല. അതായത് ജാതീയതയാണ്. ഇപ്പോൾ സവർണ അല്ലെ ബ്രാഹ്മണ്യം എന്നൊക്കെ പറഞ്ഞാലും അതിനെ സംക്ഷേപിച്ച് പറയാവുന്നൊരു വാക്ക് ജാതീയതയാണ്, അഥവാ ചാതുർവർണ്ണയമാണ്. ചാതുർവർണ്ണയം, ആ ചാതുർവർണ്ണയത്തിൻ്റെ ഒരു മാനിഫെസ്റ്റോയാണ് മനുസ്മൃതി. ആ മനുസ്മൃതിയാണ് RSSൻ്റെ ആധാരശിലകളിൽ ഒന്ന്. ഒരു സംശയമില്ല, ആധാരശിലകളിൽ ഒന്ന് മനുസ്മൃതിയാണ്. ആ മനുസ്മൃതിയെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു ഭരണഘടന തയ്യാറാക്കാനാണ് RSS അവർക്ക് സ്വീകാര്യരായ ഒരു കൂട്ടം സന്യാസിമാരുടെ ഒരു സംഘത്തെ ഏൽപ്പിച്ചത്. ആ പണി പൂർത്തിയായി എന്നാണ് കേൾക്കുന്നത്. ആ പണി പൂർത്തിയായി അവർ മനുസ്മൃതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ഇന്ത്യൻ ഭരണഘടന, അങ്ങനെ വരുമ്പോൾ പിന്നെ ഇന്ത്യൻ ആയിരിക്കില്ല പറയുക, അത് തയ്യാറാക്കി നാഗപ്പൂരിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സ്ഥാനത്ത് വരുമായിരുന്നത് ഈ പറയപ്പെട്ട ഭരണഘടനയാണ്. അപ്പോൾ അതാണ് നമ്മൾ പലപ്പോഴും വിശദീകരിക്കുമ്പോൾ പറയുന്നത്, ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ അതിൽ ഹിന്ദു പെടുന്നില്ല എന്ന് വെച്ചാൽ മഹാഭൂരിപക്ഷം ഹിന്ദു പെടുന്നില്ല. ഹിന്ദുവും ഹിന്ദുത്വയും ഒന്നല്ല. ഹിന്ദു എന്ന് പറയുന്നത് ഒരു സവിശേഷ ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങളെ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അഭിസംബോധന ചെയ്യപ്പെട്ടതും പിന്നീട് അത് മതത്തിൻ്റെ ഒരു രൂപത്തിലേക്ക് വളർന്നു വന്നതുമായ ഒരു വിശാല ജനവിഭാഗമാണ് ഹിന്ദുക്കൾ. ഹിന്ദുത്വ എന്ന് പറയുന്നത് ആക്രമണോത്സുകമായ മതരാഷ്ട്രവാദമാണ്. അവർ പരിഗണിക്കുന്ന ഹിന്ദു ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ 4 വിഭാഗമുള്ളൂ. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും മാത്രമേ ഉള്ളൂ, അതിൻ്റെ താഴെ ഇല്ല. അപ്പോൾ ചിലർ പറയും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ. അത് മാത്രമല്ല, നമ്മുടെ OBC അതിൽ പെടുമോ? കേരളത്തിലിപ്പോൾ OBC എന്ന് വിളിക്കപ്പെടുന്ന വിഭാഗങ്ങൾ, ഈഴവർ, തീയർ, ഒരുപാട് വിഭാഗങ്ങൾ, ആ പെടുന്നവർ, അവരൊന്നും ഈ ചാതുർവർണ്ണയത്തിൽ പെടുന്നില്ല. ശൂദ്രൻ വരെ ഉള്ളൂ, അവിടെ അവസാനിച്ചു. ഇപ്പോൾ കേരളത്തിൽ ചില വിഭാഗങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക സവർണാഭിമാനം കൊണ്ടു നടക്കുന്നവരുണ്ട്. പക്ഷെ അവരെ ശൂദ്രരായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ഏറ്റവും ഒടുവിലത്തെ ആളുകൾ. അതിൻ്റെ താഴേക്ക് മനുഷ്യരായിട്ടേ കണക്കാക്കുന്നില്ല. മനസ്സിലായോ? മനുഷ്യരായിട്ടേ കണക്കാക്കിയിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തപ്പെട്ട വലിയൊരു ജനസഞ്ചയത്തെ മനുഷ്യർ എന്ന പരിഗണന കൊടുത്തിട്ടില്ല. ശൂദ്രൻ വരെ ഉള്ളൂ. ശൂദ്രൻ അടിമവേല ചെയ്തിട്ട് ഇവൻ്റെ ശിങ്കിടികളായിട്ട് നടക്കേണ്ടവരാണ്. ഇതാണ് സ്ഥിതി. അതിനെ ചിലയിടങ്ങളിൽ ഒന്ന് മറച്ചു വെച്ചിട്ടാണ് ഹിന്ദുക്കൾ ഉണരണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഹിന്ദു ഐക്യവേദി, ആ തട്ടിപ്പ് ഇത് കുറച്ചൊന്ന് മറച്ചു വെച്ചിട്ട് പറയുന്നതാണ്. പക്ഷേ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അങ്ങനെയൊന്നും മറച്ചു വെക്കുന്നൊന്നുമില്ല. നിങ്ങൾ അടിമകളായിട്ട് നിൽക്കേണ്ട ആളുകളാണ്, നിങ്ങളൊന്നും മനുഷ്യരല്ല എന്ന് പറയുകയും അത് പഠിപ്പിക്കുകയും ഞങ്ങൾ അടിമകളായി പോയി എന്ന് നിസ്സഹായതയോടെ ഒരു വിഭാഗത്തെ ചിന്തിപ്പിക്കുകയും ഇപ്പോൾ അടിമകളായി നിന്ന് കഴിഞ്ഞാൽ ഇനി മരിച്ചിട്ട് പിന്നെ ജനിക്കുമ്പോൾ ചിലപ്പോൾ മെച്ചപ്പെട്ടൊരു ജനനമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അതുവരെ ക്ഷമാപൂർവ്വം കാത്തിരിക്കുമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരായ സമരം, ഫാസിസത്തിനെതിരായ സമരം, ജാതീയതയ്ക്കെതിരായ സമരം കൂടിയാണ്, ചാതുർവർണ്ണയത്തിനെതിരായ സമരം കൂടിയാണ്. ചാതുർവർണ്ണയത്തിൻ്റെ, ജാതീയതയുടെ ജനവിരുദ്ധത അപകടങ്ങളെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ചാതുർവർണ്ണയം തുടച്ചു നീക്കപ്പെടേണ്ടതാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നടത്തേണ്ടതാണ്. അതങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം.